കൊതിച്ചതും കവർന്നുവോ മൂകരാവിൻ വിരൽ പാദത്തന്നിൽ ഈ കൺകോണിലാണ് എൻ്റെ ലോകം അതിലൊന്നിച്ചു സഞ്ചാരമായി അണഞ്ഞിടാതുള്ളിൽ കൊതിച്ചതും കവർന്നുവോ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മുടെ പടം ഫൈനലി റിലീസായിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര മൂന്നാമത്തെ ദിവസം 4ാമത്തെ ദിവസമായി. എന്ത് തോന്നുന്നു എല്ലാവർക്കും? ഹൗ ഡസ് ഇറ്റ് ഫീൽ? ഓരോരുത്തരായിട്ട് പറഞ്ഞു. ഇത്രയും പ്രതീക്ഷയില്ല, സക്സസ്ഫുൾ ആയിക്കൊണ്ട് ഓടുന്നു. സത്യം ഞാൻ നീ പറഞ്ഞ തോമയ്ക്കോ? എനിക്കും അതെ, സത്യമായിട്ടും ഇപ്പോൾ ഫാമിലി ഓഡിയൻസും കൂടിയൊക്കെ കയറണമെന്ന് കേട്ടപ്പോൾ, പ്രത്യേകിച്ച് ഞങ്ങള് മറ്റേ ആലുവ സീനത്തിൽ പോയി അവിടുത്തെ ക്രൗഡ് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും ഫീൽ അടിച്ചു. എന്താ പറയാ, ആകെ ഹാപ്പി ആയിപ്പോയി. നമ്മളിപ്പോൾ എല്ലാവരും കൂടെ തിയേറ്റർ വിസിറ്റ് പോയില്ലേ? തിയേറ്റർ വിസിറ്റ് പോയപ്പോഴാണ് ശരിക്കും ഓഡിയൻസ് റിയാക്ഷൻ ഗേജ് ചെയ്യാൻ പറ്റിയത്. അപ്പോഴാണ് ശരിക്കും ഒരു എന്താ പറയുക ഒരു ഫീൽ അടിച്ചത്. ഞാൻ ഇതിനു മുമ്പ് തിയേറ്റർ വിസിറ്റിന് പോയിട്ടുണ്ട്. തട്ടത്തിമറയത്ത് അങ്ങനെ അസിസ്റ്റ് ചെയ്യാൻ നേരത്തെ ഞാൻ തിയേറ്റർ വിസിറ്റിന് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ആദ്യമായിട്ട് തിയേറ്ററിൽ പോയപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആൾക്കാർ ഞങ്ങളെ തിരിച്ചറിയണമെന്നുള്ളത് തന്നെ എന്താ പറയാ, ഫസ്റ്റ് പടമൊക്കെ കഴിഞ്ഞ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അല്ലേ? സോറി ഞാൻ ഇൻറ്ററപ്റ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോ തിയേറ്ററിൽ പോയി കഴിയുമ്പോഴും ഒബ്വിയസ്ലി പലയിടത്തെയും റെസ്പോൺസ് വേറെ ആയിരുന്നല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മളിങ്ങനൊരു കഥയോ അല്ലെങ്കിൽ ഒരു സിനിമയെ പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പം നേരത്തെ മനസ്സിൽ തീരുമാനിക്കത്തില്ലേ, ഇതൊന്നും ആർക്കും മനസ്സിലാവില്ല, അല്ല ഇതൊന്നും ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന കുറേ കാര്യങ്ങൾ ഒരുപാട് തിയേറ്ററുകളിൽ എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവരും ഒത്തിരി കണക്ട് ചെയ്തു. അപ്പോൾ അതിപ്പോൾ നമ്മുടെ ചപ്പോര സീനായാലും എന്താണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ പല തിയേറ്ററുകളിൽ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഈ പല സ്ഥലത്ത് പോയി കഴിയുമ്പോഴത്തേക്കിനും സിനിമയും ചെറുതായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക ഓരോ ക്രൗഡ് അനുസരിച്ച്. ചില സ്ഥലത്ത് അത് ഇന്ന രീതിയിൽ ഇന്നയാൾ പറയുന്ന ഒരു കഥ അല്ലെങ്കിൽ ഇന്ന ഒരു ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്തു പോകുന്നു. വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കിനും ആ വരുണ്ട കഥയായി മാറി, ഇവിടെ ചെല്ലുമ്പോൾ കുപ്പിയുടെ കഥയായി മാറി. അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നീ സിനിപോളിസിലുണ്ടായിരുന്നല്ലേ, ക്രൗഡിൻ്റെ മാത്രം റിയാക്ഷൻ കാണാൻ പോയപ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു? ആൾക്കാർ സൈഡിൽ പോയി നിന്ന് ആൾക്കാരെ ഫേസ് മാത്രം നോക്കിയിരുന്നില്ലേ? അപ്പോൾ കലിപ്പാണല്ലോ തുടങ്ങുമ്പോൾ. അതിനെപ്പറ്റി പറഞ്ഞു. എന്താ ചെയ്തത് അവിടെ പോയിട്ട്? ഞാൻ ഒറ്റയ്ക്കാണല്ലോ പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ തന്നെ PVRൻ്റെ സ്റ്റാഫ്സ് ഒക്കെ നോട്ടീസ് ചെയ്തു ഞാനായിരുന്നു മറ്റേ ആനന്ദത്തിൽ ദിയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നെ എന്താ തിയേറ്ററിൻ്റെ അകത്തോട്ട് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ 2 അവൈലബിൾ സീറ്റ്സിൽ എനിക്ക് ഒരു സീറ്റ് തന്നു. തന്നില്ലേ? മറ്റേത് എനിക്ക് അന്യനെ കൊടുത്തത്. അപ്പോൾ ഒരെണ്ണം എനിക്ക് കുറച്ച് നീ സൈഡിൽ പോയി ആൾക്കാരുടെ റിയാക്ഷൻസ് മാത്രം കണ്ടില്ലേ ക്ലൈമാക്സിന് വേണ്ടി? അതാ ബേസിക്കലി ഞാൻ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, സീയിങ് പീപ്പിൾ സ്മൈൽ, അത് ഇറ്റ്സ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ എവർ അച്ചീവ്. ലൈക്ക് എങ്ങനെ ആൾക്കാരെ ചിരിപ്പിക്കുക, ഒരു സ്മൈൽ കൊണ്ടുവരിക, അതാകെ ഫിലിംസിൻ്റെ ഒരു വഴി കൂടെ നടക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. നമ്മളെല്ലാവരും കൊച്ചിയിലുള്ള ഷോസാണ് കൂടുതലും പോയേക്കുന്നത്. നീ മാത്രം മഞ്ചേരി പോയതല്ലേ? എങ്ങനെയുണ്ടായിരുന്നു മഞ്ചേരിയിലെ ക്രൗഡിൻ്റെ കൂടെ? ഒന്നത് മഞ്ചേരി പോയി കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കൊച്ചിയിലിരുന്ന് കണ്ടതിനേക്കാളും ഞാൻ മഞ്ചേരിയിൽ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ സന്തോഷവും ഫീലും ഒക്കെ വന്നത്. അപ്പം ഞാൻ ചെന്നപ്പം എന്നെ അങ്ങനെ ആർക്കും മനസ്സിലായിരുന്നില്ല. ഞാൻ ക്യൂ ഒക്കെ നിന്ന് ടിക്കറ്റൊക്കെ മേടിച്ച് അത് കഴിഞ്ഞ് ഞാൻ അകത്തേറി ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും 1-2 ആൾക്കാർക്ക് മനസ്സിലായി. എല്ലാവരും തിരിഞ്ഞു നോക്കി, ഈ കുട്ടിയല്ലേ ആ കുട്ടി ഒക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു. ഇറങ്ങി കഴിഞ്ഞപ്പം എല്ലാവർക്കും മനസ്സിലായി. മറ്റേ നമ്മുടെ കഴിഞ്ഞപ്പം എല്ലാവരും വന്ന് വളരെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല മഞ്ചേരിയിലെ ഓഡിയൻസിന് ഒരു പ്രത്യേകത ഉണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട സീനാണെങ്കിൽ അവർ ബാക്കിലിരുന്ന് കമൻറ്റ് പറയും, ഇത് കൊള്ളാമല്ലോ, ഇത് അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമായി. അന്നു പറഞ്ഞ പോലെ അവൾക്ക് മഞ്ചേരി പോയി, അവളുടെ സ്വദേശമായ മഞ്ചേരി പോയി സിനിമ കാണുന്ന അവളുടെ നല്ല സന്തോഷം തോന്നിയെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഇപ്പോൾ എനിക്കും ചാനശ്ശേരിയിലും കോട്ടയത്തൊക്കെ പോയി കാണണമെന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും പോകണം. ഇപ്പോൾ കുപ്പിക്കാണെങ്കിലും മൂവാറ്റുപുഴ പോകണം. നമ്മൾ ഈ വരുന്ന ദിവസങ്ങളെല്ലാം പോയിരിക്കും. അപ്പം അതിനായിട്ട് ഞങ്ങളെല്ലാം ലുക്കിംഗ് ഫോർവേഡ് ടു. എടി നീ കർണാടകത്തിൽ പോയി കാണുമോ?
അവിടെ റിലീസായി ഞാൻ പോയി കാണില്ലേ? ഉറപ്പായിട്ടും ആ പോയി കാണും. പിന്നെ ബാംഗ്ലൂർ ബാംഗ്ലൂരില് കൂടെ പോയി കാണാം. ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, നിനക്ക് പടത്തിൽ നീ മാത്രമാണല്ലോ സ്വന്തം വോയിസ് ഡബ് ചെയ്യാത്തത്. അപ്പം നിനക്ക് അത് കണ്ടപ്പോൾ, കാരണം എനിക്കിപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഒരു വിഷ്വലിൽ വേറെ ആരെങ്കിലും സൗണ്ടാണ് കേൾക്കുന്നത്, എനിക്ക് ഒട്ടും ദഹിക്കത്തില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ എങ്ങനെ തോന്നി? ദേഷ്യം വന്നോ? എനിക്ക് ദേഷ്യമൊന്നും വന്നില്ല, വളരെ സന്തോഷമായിരുന്നു. കാരണം ഗണേശയുടെ ഗോട്ട് ദ ആപ്റ്റ് വോയിസ്, എൻ്റെ ഓൾമോസ്റ്റ് സൂട്ട് ചെയ്യുന്ന ഒരു വോയിസ്, എൻ്റെ ഓൾമോസ്റ്റ് എന്താ ഫുൾ സൂട്ട് ആയിട്ടില്ല, ഓൾമോസ്റ്റ്. ആ വോയിസ് ഞാൻ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇവളെ വിളിച്ചിരുത്തി അവൾ ഡബ് ചെയ്ത് 2-3 സീൻ കേൾപ്പിച്ച് ഇവളുടെ അപ്രൂവൽ മേടിച്ചതിന് ശേഷമാണ് അവളെ ഫുള്ളായി ഡബ് ചെയ്യിച്ചത്. കണ്ടാ അപ്പൊ അറിയാലോ, ഞാൻ ഭയങ്കര സന്തോഷാണല്ലോ. അല്ലെങ്കിൽ വളരെ രക്തപ്രളയം ഉണ്ടാവുന്ന എനിക്ക്